നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഹനുമാൻ സ്വാമിക്ക് ഈ അയോധ്യയുടെ കൊടിയുടെ നിറം കണ്ടോ, ആ ചെങ്കല്ല് നിറം, ആ നിറം എങ്ങനെ കിട്ടിയെന്നാണ് പറയാൻ പോകുന്നത്. ജയ് ശ്രീറാം. നമ്മൾ ഓർക്കുക, ഹനുമാൻ സ്വാമി എപ്പോൾ പ്രാർത്ഥിക്കാൻ നേരത്ത് നമ്മൾ ആദ്യം ജയ് ശ്രീറാം എന്ന് പറയണം. ജയ് ശ്രീറാം എന്ന് പറഞ്ഞിട്ട് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഹനുമാൻ സ്വാമി ഒരുപാട് സന്തോഷവാനാകുന്നതാണ്. അതായത് ഹനുമാൻ സ്വാമിയുടെ ജന്മം പോലും ശ്രീരാമന് വേണ്ടിയാണ്. ഇപ്പോഴും ഹനുമാൻ സ്വാമി മരിച്ചിട്ടില്ല, ചിരഞ്ജീവിയാണ്. ഇപ്പോഴും ശ്രീരാമൻ വരും എന്നുള്ള വിശ്വാസത്തോടെ ശ്രീറാം ശ്രീറാം എന്ന് ജപിച്ചുകൊണ്ട് തപസ്സിലിരിക്കുകയാണ്. അറിയാമല്ലോ, ഹനുമാൻ സ്വാമി ചിരഞ്ജീവിയാണ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ശ്രീരാമന് ബഹുമാനവും ഭക്തിയും കൊടുക്കുക, എന്നിട്ട് ഹനുമാൻ സ്വാമിയെ വിളിക്കുക. അപ്പം ഞാനിത് പറയാൻ തുടങ്ങാം. അപ്പോൾ ഒരിക്കൽ സീതാദേവിയുടെ മുറിയിലേക്ക് ഹനുമാൻ കടന്നു വന്നു. അത് പറയാൻ വന്നത്, വിശക്കുന്ന കാര്യം പറയാൻ വന്നതാ. വന്നപ്പം സീതാദേവി സിന്ദൂരം സീമന്തരേഖയിൽ ചാർത്തുകയായിരുന്നു. അപ്പോൾ പറഞ്ഞു, മാതേ എനിക്ക് വിശക്കുന്നു എന്ന് പറയും. അപ്പം പറഞ്ഞു, നിൽക്കൂ പുത്ര, ഭക്ഷണം തരാമെന്ന് പറഞ്ഞിട്ട് മാതാവ് ഇങ്ങനെ സീതാദേവി ഇങ്ങനെ സിന്ദൂരം ഇടുകയായിരുന്നു. അപ്പോൾ പറഞ്ഞു, ഇതെന്താണ് സീതാദേവിയോട് ഹനുമാൻ സ്വാമി ചോദിക്കും, ഇതെന്താണ് മാതേ ഇവിടെ ഇങ്ങനെ ഇടുന്നത്? അപ്പോൾ പറയും, അത് കല്യാണം കഴിഞ്ഞവര്, അതായത് അവൻ നമ്മുടെ സ്വാമിക്ക് വേണ്ടി, അതായത് നിന്റെ പ്രഭുവിന് വേണ്ടി ഞാൻ ആരോഗ്യത്തോടെ ദീർഘായുസായിട്ട് ഇരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ ഇങ്ങനെ സിന്ദൂരം ഇടുന്നതെന്ന് പറയും. അപ്പോൾ ഹനുമാൻ സ്വാമി ചിന്തിക്കും. അപ്പോഴത്തേക്ക് അങ്ങ് പോകും. അപ്പോഴത്തേക്ക് സീതാദേവി വിളിക്കും, പുത്ര. അപ്പോഴത്തേക്ക് ഹനുമാൻ സ്വാമി അവിടെ നിന്ന് പോയി. അങ്ങനെ കുറെ നേരം കഴിഞ്ഞപ്പോൾ രാജസഭയിൽ ശ്രീരാമനും സീതാദേവിയും എല്ലാവരും ഇരിക്കുകയായിരുന്നു. അവിടെ ശത്രുഘ്നനും ഭരതനും ലക്ഷ്മൺജിയും എല്ലാവരും, അവരുടെ ഭാര്യമാരും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം അന്നേരം അട്ടഹാസം, ചിരി കേൾക്കാം, എല്ലാവരുടെയും ചിരി കേൾക്കാം. നോക്കിയപ്പോൾ എന്താണ്, ഹനുമാൻ സ്വാമി ഇങ്ങനെ മുഴുവൻ ഈ സിന്ദൂരത്തിൽ കുളിച്ചു കയറി ഇങ്ങനെ വരികയാണ്. ഇങ്ങനെ ഗതയൊക്കെ വെച്ച് ഇങ്ങനെ നടന്നു വരികയാണ് സിന്ദൂരത്തിൽ. അപ്പോഴത്തേക്ക് ആ സഭയിലിരുന്ന ബാക്കിയുള്ളവരെല്ലാം ചിരിയോടെ ചിരി. അപ്പോഴാണ് നമ്മുടെ ശ്രീരാമൻ താഴേക്ക് ഇറങ്ങി വന്നിട്ട് ഹനുമാന്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കും, ഇങ്ങനെ നമ്മുടെ ഷോൾഡറിൽ ഇങ്ങനെ ഇവിടെ കൈ വെച്ചിട്ട് ചോദിക്കും, പുത്ര ഇതെന്താണ് എന്ന് ചോദിക്കും. ഹനുമാൻ ഇതെന്താണ് എന്ന് ചോദിക്കും. അപ്പോൾ ഹനുമാൻ സ്വാമി പറയും, പ്രഭു ആണെങ്കിൽ മാതാവ് കുറച്ച് സിന്ദൂരം എടുത്ത് നെറ്റിയിലിട്ടപ്പം അങ്ങ് ആരോഗ്യത്തോടെ ദീർഘായുസായിട്ട് ഇരിക്കുമെങ്കിൽ ഞാൻ എൻ്റെ മേല് മുഴുവൻ സിന്ദൂരം ഇട്ട് കഴിഞ്ഞാൽ അങ്ങ് പിന്നെ ചിരഞ്ജീവിയായിട്ടിരിക്കുമല്ലോ. അങ്ങ് ഒരിക്കലും അങ്ങയുടെ ധാമിലേക്ക് പോവുകയില്ല. അങ്ങയുടെ ധാമിലേക്ക് പോകാതെ ഈ ഭൂലോകത്തിൽ തന്നെ ഇരിക്കുകയും ഭൂലോകം വിട്ടു പോകില്ലല്ലോ എന്ന് പറയും. അത് കേൾക്കുമ്പോഴത്തേക്ക് സീതാദേവിക്കും കാര്യം മനസ്സിലാവും. ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ ആ സ്നേഹം, ഹനുമാന്റെ ആ സ്നേഹം, ആ ശ്രീരാമനാണെങ്കിൽ പറയില്ലേ, ശ്രീരാമൻ ആ ഒരു സ്നേഹത്തിന്റെ മുന്നിൽ, അതായത് ഭയങ്കര സന്തോഷത്തിന്റെ ഒരു വികാരത്തോടെ പറയും, ഹനുമാൻ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കും, ആലിംഗനം ചെയ്യും. എന്നിട്ട് പറയും, ഇന്നത്തെ ദിവസം മംഗൽക്കാ ദിവസം, അതായത് മംഗൾവാർ, ചൊവ്വാഴ്ച ദിവസം, ഇന്നത്തെ ദിവസം ആര് നിന്റെ അടുത്ത് വരുന്നു, ഈ സിന്ദൂരം നിനക്ക് ചാർത്തുന്നു, ആര് നിന്റെ അടുത്ത് വരുന്നു, അവരിൽ ഞാൻ കൃപാലുവായിരിക്കും, അവരിൽ ഞാൻ സന്തോഷവാനായിരിക്കും എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം ചൊവ്വാഴ്ച ദിവസം നമ്മൾ ഹനുമാൻ സ്വാമിയെ കാണാൻ പോവുകയും ആ സിന്ദൂരം കൊടുത്തില്ലേലും ദൈവത്തിൻ്റെ അറിയാലോ ഇലമാല അത് ഇടുകയാണെങ്കിൽ, ഹനുമാൻ സ്വാമിയെ നമ്മൾ ചൊവ്വാഴ്ച ദിവസം ചെന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ സാക്ഷാൽ നമ്മുടെ ശ്രീരാമൻ നമ്മളിൽ സന്തോഷവാനാവുകയും നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നതാണ്. അന്ന് മുതലാണ് ശ്രീരാമൻ മരണം, അതായത് ഭൂലോകം വിട്ടു പോകാതെ ചിരഞ്ജീവിയായി ഇരിക്കാൻ വേണ്ടി ആ ഒരാഗ്രഹത്താൽ നമ്മളുടെ ഹനുമാൻ സ്വാമി സിന്ദൂരം മുഴുവൻ അങ്ങനെ മേത്തിയിട്ട് ചാർത്തുന്നത്. അതാണ് ഹനുമാൻ സ്വാമിയുടെ നമ്മളുടെ ശരീരത്തിലെ സിന്ദൂരത്തിന്റെ നിറം കണ്ടിട്ടില്ലേ, ഞാൻ പറഞ്ഞതുപോലെ അയോധ്യയുടെ കൊടിയുടെ നിറം. അത് ഇപ്പോഴും അയോധ്യാവാസികളെല്ലാം സ്ത്രീകൾ സിന്ദൂരം ചാർത്ത് നമ്മുടെ പോലെ ചുവപ്പ് കളറൊന്നുമല്ല, അവർ ആ ഒരു കൊടിയുടെ നിറവില്ലേ, അതാണ് അവർ കല്യാണം കഴിഞ്ഞ സ്ത്രീകൾ ഇടുന്നത്, സിന്ദൂരം ഇടുന്നത്. അപ്പം ഞാൻ എൻ്റെ ഈ വിശ്വാസകഥ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. പിന്നെ അത് അറിയാൻ വയ്യാന്നവർ ഒന്ന് കമൻ്റ് ഇടണം, അറിയില്ലായിരുന്നു എന്ന്. പിന്നെ അതേപോലെ എല്ലാവരും ജയ് ശ്രീറാം എന്ന് കമൻറ്റിലിടൂ. പിന്നെ ഇനി ചെറിയ എനിക്കറിയാവുന്ന അറിവുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. പിന്നെ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം. ഹനുമാൻ സ്വാമി ശ്രീരാമൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
പിന്നെ എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മുന്നോട്ട് പോകാനുള്ള എല്ലാ പ്രചോദനം. അതുകൊണ്ട് തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് പഠിച്ചു വരികയാണ്. എല്ലാവരും ക്ഷമിക്കണം. നിങ്ങളെല്ലാം എൻ്റെ ഫാമിലി ആയിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് എൻ്റെ തെറ്റുകുറ്റങ്ങളൊന്നും പ്ലീസ് എന്നെ ഒന്നും പറയല്ലേ. അതുകൊണ്ട് എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ കാണണം. താങ്ക് യു. ജയ് ശ്രീറാം, ജയ് ഹനുമാൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ജീവിതം എല്ലാവർക്കും ഉണ്ടാവട്ടെ. താങ്ക് യു. നമസ്കാരം.